ഗൈസ് ഇപ്പൊ ഈ നട്ടപ്പാതിരൊക്കെ എന്താ വായൻ്റെലേക്ക് പണിയെന്നല്ലേ കാണിച്ചു തരാം വരി. വായൻ്റെ ആദ്യം ശരിക്കും കഴിക്കട്ടോ, കഴിക്കിട്ട് വരാം ഗൈസ്. വായൻ്റെലൊക്കെ നല്ലോണം കേക്ക് വൃത്തിയാക്കിയിട്ടുണ്ട്. കുറെ പൊടിപടലങ്ങൾ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ കുറെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പൊ അതൊക്കെ കേക്ക് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ മാക്സി ഇട്ട് നോക്കണ്ട കേട്ടോ, മാക്സി മെഷീന്റെ പഴയ മാക്സിയാണ്. അത്രയ്ക്കല്ലേ എന്തുകൂടാലോ, പുറത്തേക്കൊന്നും ഇറങ്ങണില്ലല്ലോ. സ്കൂളൊക്കെ വിട്ടെന്ന് യൂണിഫോം ഒക്കെ മാറ്റി കുളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ലൂസിലെ മാക്സി എടുത്തിട്ടാ അതിന്റെ സുഖം വേറെ തന്നെ കേട്ടോ. അമ്മച്ചിന്റെ മാക്സി കേട്ടോ ഗൈസ്. ഡ്രസ്സ് ഇപ്പൊ നമ്മളൊക്കെ ഇടുന്ന കേട്ടോ. അപ്പൊ ഷാളൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റിയേക്കണം കേട്ടോ. അത് കേകിയപ്പോ ഷാളൊക്കെ ജസ്റ്റ് ആകെ നനഞ്ഞുപോയി. അപ്പൊ നമുക്ക് ഷാളൊക്കെ മാറ്റിയേക്കണ്. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോകട്ടെ ഗൈസ്. ഇവിടെ വലിയ ക്ലിയർ ഇല്ല ഗൈസ്. ഇതാണ് നമ്മളെ പരിപാടി. ഇതിൽ എന്തൊക്കെ ഉണ്ട് നോക്കാട്ടോ. കൈതച്ചക്ക ഉണ്ട്. പൈനാപ്പിളിനെ ഞങ്ങള് കൈതച്ചക്ക എന്നാട്ട് പറയുന്നത്. നാട്ടിൽ എന്താ പറയാന്ന് പറയണേ. മാങ്ങ വൈത്തക്കണോ, പിന്നെ പേരക്ക ഓട് പേരക്ക ഗൈസ്. അപ്പൊ ഇതൊക്കെ ഒന്ന് കേകി വൃത്തിയാക്കി അരിഞ്ഞിട്ട് നമുക്ക് വരാം ഗൈസ്. പൈനാപ്പിൾ മുറിക്കാണ്. അയ്യോ അങ്ങനെയല്ല കേട്ടോ. ഗൈസ് ഇന്നെ കൊണ്ട് കൂടാനിട്ട് ഞാൻ അമ്മച്ചിന്റെ കയ്യിൽ കൊടുത്തു കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് പൈനാപ്പിൾ മുറിച്ച് ഒക്കെ കാണാം. ആദ്യം ഇതിന്റെ മുന്നൊരു വട്ടം ചെയ്തിരുന്നു ഫാമിലി ഒക്കെ പാടെ കൂടിയിട്ട്. അന്ന് താത്താക്ക് കൂടാൻ പറ്റിയില്ല. മലയിലൊക്കെ പോയിട്ട് ചെയ്തപ്പോൾ അപ്പോൾ താത്താക്ക് വേണ്ടിയിട്ട് കൂടി ഉണ്ടാക്കിയതാണ് കേട്ടോ ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് റിച്ചുകുട്ടൻ്റെ പ്രകടനമാണ് കേട്ടോ ഗൈസ്. അത് ഒന്നും കാര്യമാക്കണ്ട. ഇപ്പൊ ഗൈസ് മാങ്ങ കുറച്ച് പറ്റിച്ചിട്ടോ, കുറച്ച് കേടേനു. അപ്പൊ നമുക്ക് ഇനി ഉള്ളിലേക്ക് കേടുണ്ടോന്ന് അറിയില്ല, നമുക്ക് മുറിച്ച് നോക്കാം. അയ്യോ ഇപ്പൊ ഗൈസ് എല്ലാ ഫ്രൂട്ട്സും അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയിലേക്ക് എടുത്തിട്ടോ ഗൈസ്. ഇപ്പൊ ഗൈസ് മസാല, മുളകും പൊടി, എന്തൊക്കെയാണ് സുർക്ക, വെളിച്ചെണ്ണ ഒക്കെയാണ് കേട്ടോ ഗൈസ്. ഉപ്പ്. അപ്പോൾ കണ്ടിട്ട് നല്ല എരിവുണ്ടെന്നാ തോന്നണം. അപ്പൊ നമുക്കൊന്ന് ഇതിക്ക് ഒഴിക്കാം. ഞങ്ങളെ മുളകും പൊടിയൊക്കെ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ കുറച്ചിട്ടൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ റിച്ചുകുട്ടനൊക്കെ നല്ല എരിഞ്ഞിക്കണം കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്? ഗൈസ് നല്ല എരിവാണ് ഗൈസ്. റിച്ചുകുട്ടനൊക്കെ നല്ല എരിഞ്ഞിക്കണം കേട്ടോ. എരിഞ്ഞിട്ട് നാവൊക്കെ നല്ല ചോന്നിക്കണ്. എരുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി വന്ന മുളകും വെള്ളം ആട്ടോ ഗൈസ് അതൊക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ.